നിങ്ങളാണ് വിഭജനത്തിന്റെ രാഷ്ട്രീയം കളിക്കുന്നത്. അത് ചൂണ്ടിക്കാട്ടിയാണ് രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് രാജ്യത്തിന്റെ സ്വത്തുക്കളെല്ലാം ഇതാ മുസൽമാന്മാർക്ക് എടുത്തു കൊടുക്കാൻ പോകുന്നു കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ. അപ്പോൾ ഇത് തുടങ്ങി വെച്ചത് രാഹുൽ ഗാന്ധിയാണെന്നും ഈ മാനിഫെസ്റ്റോയാണെന്നുമാണ് ഇപ്പോൾ KV സഹരിദാസ് പറയുന്നത്. തീക്കളി നിങ്ങളാണോ നടത്തിയത് ശ്രീനിവാസൻ കൃഷ്ണൻ? ശ്രീ അരുൺ, പ്രധാനമന്ത്രിയുടെ കഴിഞ്ഞ കുറേ ദിവസത്തെ അതായത് ഫസ്റ്റ് ഫേസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞ് അടുത്തുള്ള ഫേസിലെ പ്രസംഗങ്ങൾ കേൾക്കുമ്പോൾ സത്യം പറഞ്ഞാൽ കരയണോ ചിരിക്കണോ എന്ന് തീരുമാനിക്കാൻ പറ്റുന്നില്ല. ദയനീയമാണ് അദ്ദേഹത്തിൻ്റെ സ്ഥിതി. കാരണം അദ്ദേഹത്തിന് അറിയാം ആദ്യത്തെ റൗണ്ടിൽ വൻ പരാജയമാണെന്ന്. താങ്കൾ നേരത്തെ പിൻ പോയിന്റ് ചെയ്ത പോലെ തൃശ്ശൂരൊക്കെ വന്നിട്ട് മോഡിയുടെ ഗ്യാരണ്ടി, പണ്ട് കായ്ത്താൻ ഫാനിലൊക്കെ പറയില്ലേ എൻ്റെ ഗ്യാരണ്ടി 5 കൊല്ലം എന്നൊക്കെ പറഞ്ഞ പോലെ എൻ്റെ ഗ്യാരണ്ടി എന്നൊക്കെ വന്ന് പറഞ്ഞു പോയതാണ് മോഡിയുടെ ഗ്യാരണ്ടി. സെക്കൻഡ് ഫേസ് ആയപ്പോൾ ആ ഗ്യാരണ്ടിയും കേൾക്കുന്നില്ല, 400 മീത സീറ്റ് കിട്ടുന്നുള്ളത് ഒന്നും കേൾക്കുന്നില്ല. BJP ഭാരതീയ ജനതാ പാർട്ടിയും പ്രധാനമന്ത്രിയും പാനിക് മോഡിലാണ്. കാരണം നമ്മളേലും കൂടുതൽ ഫസ്റ്റ് റൗണ്ടിന്റെയും സെക്കൻഡ് റൗണ്ടിന്റെയും ഒക്കെ ഇന്റലിജൻസ് റിപ്പോർട്ടും എക്സിറ്റ് പോളും അവരുടെ കയ്യിലുണ്ട്. BJP പരാജയത്തെ നേരിൽ കണ്ടിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷത്തിൽ ഈ പാനിക് മോഡിൽ കാട്ടിക്കൂട്ടുന്നതാണ്. പിന്നെ ഇപ്പം നടത്തുന്ന പ്രധാനമന്ത്രിയുടെ പ്രൊപ്പഗാൻഡ ഉണ്ടല്ലോ, ജർമ്മനിയിലെ ഗീബൽസിനെ പോലും വെല്ലുന്ന വിധത്തിലുള്ളതാണ്. അതിനകത്തൊരു പ്രൊപ്പഗാൻഡയിൽ ഒരു ടെക്നിക്ക് ഉണ്ട്, പിൻ പോയിന്റ് യുവർ എനിമി എന്നുണ്ട്. ദാറ്റ് ഇസ് എ സയന്റിഫിക് വേ ഓഫ് പ്രൊപ്പഗാൻഡ, പിൻ പോയിന്റ് യുവർ എനിമി. 2ാം ലോകമഹായുദ്ധത്തിന് മുമ്പ് ജർമ്മനിയിൽ എന്ത് തെറ്റ് വന്നാലും ജൂതന്മാരെ പോയിന്റ് ഔട്ട് ചെയ്യും. അതേപോലെയാണെന്ന് 200 ദശലക്ഷത്തോളം വരുന്ന ചില്ലറയല്ല പല യൂറോപ്യൻ രാജ്യങ്ങളുടെയും പോപ്പുലേഷൻ എല്ലാം കൂടി കൂട്ടിയാൽ കൂടുതലുള്ള ഒരു ന്യൂനപക്ഷ വിഭാഗത്തെ ഈ രാജ്യത്തിലെ പ്രശ്നങ്ങൾക്കെല്ലാം ഇവരാണ് ഉത്തരവാദി. എന്താണ് ഇന്നലെ ഉത്തർപ്രദേശ് ചീഫ് മിനിസ്റ്റർ ആദിത്യനാഥ് പറഞ്ഞിരിക്കുന്നത്? കോൺഗ്രസിൽ അധികാരത്തിൽ വന്നാൽ ഇന്ത്യയിൽ ജിസിയ ടാക്സ്, അതായത് ഔറംഗസീബിന്റെ അമുസ്ലിമുകൾക്ക് എന്തൊരു ടാക്സ് ഉണ്ടായിരുന്നു. അവർ ഈ കഴിഞ്ഞ കൊല്ലത്തെ 10 കൊല്ലത്തെ ഭരണത്തെ കൂട്ടി പറയുന്നില്ല, 400 കൊല്ലത്തെ മുമ്പത്തെ കാര്യം പറഞ്ഞ് വോട്ട് നേടാൻ നോക്കുക. കാരണം കഴിഞ്ഞ 10 കൊല്ലത്തെ സമ്പൂർണ്ണ പരാജയമാണ്. ഒരു തെരഞ്ഞെടുപ്പിൽ സാധാരണ ജനങ്ങൾക്ക് എന്താ താല്പര്യം? അവന് തൊഴിലില്ലായ്മയെ കുറിച്ച് സംസാരിക്കണം, സാധാരണ ജനങ്ങൾക്ക് വിലക്കയറ്റത്തെ കുറിച്ച് സംസാരിക്കണം. മോദി എന്താ പറഞ്ഞത്? ഗ്യാസിന്റെ വില അദ്ദേഹം വന്നു കഴിഞ്ഞാൽ 400 റുപ്യയിൽ താഴ്ന്നുകൊണ്ട് ഇപ്പൊ 1000 റുപ്യയുടെ മീതയായി. പെട്രോളിന്റെ വില 50 റുപ്യയിൽ താഴെ 45 റുപ്യ എന്ന് പറഞ്ഞത് 100 റുപ്യയിൽ കൂടുതലായി. ഡോളറിന്റെ വില ഞാൻ വന്ന അന്ന് മൻമോഹൻ സിംഗ് ജീനെ 55-56 രൂപ ഇപ്പൊ പരിഹസിച്ചിരുന്നു. ഞാൻ വന്ന 45 റുപ്യക്ക് താഴാവുന്നുള്ളത് അതിപ്പോ 85 കഴിഞ്ഞ് 100ലേക്ക് ടച്ച് ചെയ്യാണ്. സമ്പൂർണ്ണ പരാജയമാണ്. ഈ സാമ്പത്തിക നയങ്ങൾ ഇതാക്കണ്ടേ? കാരണം ലോകത്തിലെ ഏറ്റവും കൂടുതൽ കേരളത്തിലടക്കം യുവാക്കളുള്ള ഒരു രാജ്യമായി മാറിയിരിക്കുക ഭാരതം. അതൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അത് നമുക്ക് വികലമായ സാമ്പത്തിക നയം മൂലം ഇത്രയും ദശലക്ഷക്കണക്കിന് യുവാക്കൾ ഉണ്ടായിട്ടും അത് ഇന്ത്യക്ക് അത് നഷ്ടപ്പെട്ട ഒരു കാലഘട്ടമായി മാറാൻ പോവുകയാണ്. കാരണം ഇവർക്ക് തൊഴിലവസരം നമുക്ക് നൽകാൻ പറ്റുന്നില്ല. അപ്പൊ എന്തായിരിക്കും അടുത്ത 5-10 കൊല്ലത്തെ തൊഴിൽ നയങ്ങളെ കുറിച്ച് അദ്ദേഹം പറയുന്നില്ല. പരാജയപ്പെട്ട വികലമായ സാമ്പത്തിക നയങ്ങൾക്ക് പകരം എന്ത് കൊണ്ടുവരുന്നു എന്ന് അദ്ദേഹം പറയുന്നില്ല. അതിന് പകരം മുസ്ലിമുകളെ മാത്രം അല്ലെങ്കിൽ ന്യൂനപക്ഷ വിഭാഗങ്ങളെ മാത്രം ചൂണ്ടിക്കാട്ടിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളുടെ വിദേശ നയം തീർച്ചയായിട്ടും ഇന്ത്യ പോലൊരു രാജ്യം ചർച്ച ചെയ്യണം. ആഗോളതലത്തിൽ 4ാമത്തെ രാജ്യമാകുമ്പോൾ 3ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ നെയ്ബർഹുഡിൽ ഇപ്പോൾ ഫോറിൻ പോളിസി ഈ കഴിഞ്ഞ ദിവസം എനിക്കൊന്ന് ഹാപ്പി മോൻ ഹിന്ദുവിൽ ഒരു ആർട്ടിക്കിൾ എഴുതിയിരുന്നു. വളരെ നിങ്ങളൊക്കെ വായിക്കുന്നത് വളരെ സ്റ്റഡീഡ് ആയിട്ടുള്ള ആർട്ടിക്കിളാണ്. അന്തർദേശീയ കാര്യങ്ങൾ പറയുമ്പോഴും നമ്മുടെ നെയ്ബർഹുഡിൽ സമ്പൂർണ്ണ പരാജയമാണ്. ഭൂട്ടാനിലേക്ക് ചൈന കടന്നു. പണ്ട് നമ്മുടെ കയ്യിലായിരുന്നു അവര്. നേപ്പാള് സമ്പൂർണ്ണമായിട്ടും ഇന്ത്യയുടെ മുകളിൽ ഡിപ്പെൻഡ് ആയിരുന്നു. ഇപ്പൊ അവിടെ ചൈന കടന്നു. പിന്നെ ലഡാക്ക് ഏരിയയിൽ ചൈന കണ്ടമാനം ഏരിയ പിടിച്ചു വെച്ചിരിക്കുന്നു. ഇതിനെക്കുറിച്ച് ഒന്നും ചർച്ച ചെയ്യാണ്ട് ഇന്ത്യ ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഇന്ത്യയിലെ മുസ്ലിമുകൾക്കൊന്നും നൽകില്ല എന്നും ഇതൊക്കെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടുത്തെ യുവാക്കൾ ചോദിക്കുന്നത് എന്താണ്? നിങ്ങളെ ഞങ്ങൾക്ക് ജോലി തരുന്നില്ല, ഞങ്ങൾ വിദ്യാസമ്പന്നരായ യുവാക്കളാണ്, ഞങ്ങൾക്ക് ജോലിയില്ല, നിങ്ങൾ അത് എന്താ ചെയ്യാൻ പോണേ? അതിനെക്കുറിച്ച് കമാന്നൊരു വാക്ക് പറയുന്നില്ല. ഇവിടുത്തെ വീട്ടമ്മമാര് പറയുന്നു ജീവിക്കാൻ പറ്റുന്നില്ല, വില കൂടുന്നു, തക്കാളിക്ക് പോലും ഒരിടയ്ക്ക് ഒരു രസം പോലും ഉണ്ടാക്കാൻ പറ്റാത്ത 80 റുപ്യയും 90 റുപ്യ ആവുന്നു, നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു? വില അതിനെ കുറിച്ച് പറയുന്നില്ല. എന്ത് പറഞ്ഞാലും ഒരു ന്യൂനപക്ഷത്തെ കുറിച്ച് പറയാ, ജിസിയ ടാക്സ് ഇന്ത്യയിൽ നടപ്പാക്കുന്നു പറയാ. അപ്പൊ ഈ മോഡിയുടെ ഗ്യാരണ്ടി സമ്പൂർണ്ണ പരാജയമാണെന്ന് രാജ്യത്തെ ജനങ്ങൾ തിരിച്ചറിയും. ശക്തമായ ജനങ്ങൾ ആദ്യത്തെ 1-2 പേസിൽ തിരിച്ചടിക്കും ചെയ്തിട്ടുണ്ടെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയിട്ടാണ് മോഡി എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് മതത്തിന്റെ വൈകാരികമായ ഒരു ഇമോഷണൽ വിപ്പപ്പ് നടത്തി സാധാരണ ജനങ്ങളുടെ ശ്രദ്ധ തിരിക്കാനുള്ള രാഹുൽ ഗാന്ധി പിന്നീട് വിശദീകരിക്കുന്നത് പോലെ ഈ രാജ്യത്തെ സാമൂഹിക സാമ്പത്തിക സർവേയിൽ സാമ്പത്തിക സർവേ എന്ന് പറയുന്നത് ഒരു എക്സ്റേ ആയിരിക്കും എന്ന് പറയുമ്പോൾ അത് യഥാർത്ഥത്തിൽ നരേന്ദ്രമോദി സാധാരണ വോട്ടർമാർക്ക് വിശദീകരിച്ചു കൊടുക്കുന്നത് അവരുടെ എക്സ്റേ മെഷീനിൽ നിങ്ങളുടെ അമ്മ പങ്കന്മാരുടെ മംഗല്യസൂത്രങ്ങൾ അടക്കം അതെടുത്ത് അവർക്ക് കൊടുക്കും. ആരാണവർ? നുഴഞ്ഞുകയറ്റക്കാർ, ഒരുപാട് പെറ്റുകൂട്ടുന്നവർ, അവർക്കാണ് കൊടുക്കുക എന്ന് സൂചിപ്പിക്കുന്നത് ആ ഘട്ടത്തിലാണ്. അതായത് ഇത്തരം പ്രചരണത്തിനുള്ളൊരു ആയുധം കോൺഗ്രസ് BJPക്ക് കൊടുക്കുകയായിരുന്നു ശ്രീനിവാസൻ കൃഷ്ണൻ. അതല്ല, തെറ്റായി വ്യാഖ്യാനിക്കുകയാണോ മോദി? നമുക്ക്
ഒരിക്കലുമില്ല, അത് തെറ്റായിട്ട് വ്യാഖ്യാനിക്കുക. ഒരു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഈ ലെവലിലൊക്കെ സംസാരിക്കാൻ പാടുള്ളൂ. നമുക്കറിയാം ഒരു പഞ്ചായത്ത് ലെവലിലൊക്കെ ഉള്ള അംഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഒരു നേതാവ് ഇതേപോലെ പറയുന്നത്. ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാണ് അദ്ദേഹം, ഈ രാജ്യത്തെ ജനങ്ങളെ മുഴുവൻ റെപ്രസെന്റ് ചെയ്യണ്ടേ? ഇപ്പൊ ഇത്രയും വലിയ രാജ്യം ഭരിക്കാൻ പോകുന്ന ആള് ശ്രീ ഹരിദാസിനോട് ചോദിക്കാം, ന്യൂനപക്ഷ വിഭാഗത്തിൽ നിന്ന് എത്ര പേർക്ക് നിങ്ങൾ പ്രാവശ്യം സീറ്റ് കൊടുത്തിട്ടുണ്ടെന്നൊന്ന് പറഞ്ഞാൽ കൊള്ളാം. നമ്മുടെ രാജ്യത്തിന്റെ ഭാഗമല്ലേ? ഗുജറാത്തിൽ എത്ര മുസ്ലിങ്ങൾക്ക് നിങ്ങൾ സീറ്റ് കൊടുത്തു കോൺഗ്രസ്? അല്ല, ഞാൻ പറയാം, ഗുജറാത്തിലെ കാര്യം മാത്രം ഞാനൊരു ദേശീയ അടിസ്ഥാനത്തിലാണ്, ഞാനിപ്പോ സ്റ്റേറ്റ് വൈസ് അല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഞാൻ ഒരു കാര്യം പറയാം, അഹമ്മദാബാദും ദേശീയ തലത്തിലാണ് ഭറൂച്ച് എടുത്ത് ആം ആദ്മി പാർട്ടിക്ക് കൊടുത്തു. അതോടുകൂടി ഗുജറാത്തിൽ ഏക കോൺഗ്രസിന്റെ മുസ്ലിം സ്ഥാനാർത്ഥിക്കുള്ള സാധ്യതയും നഷ്ടമായി. അപ്പൊ ഗുജറാത്തിൽ നിങ്ങളും നിർത്തിയിട്ടില്ല ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെയും. ശ്രീ അരുൺ, ഞാൻ പറയുന്നത് ഒരു ദേശീയ കാഴ്ചപ്പാട് കൊണ്ട് പറയാം. സംസ്ഥാനങ്ങളിൽ ഓരോ സംസ്ഥാനം എടുത്താൽ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസമുണ്ട് ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. ഞാനൊരു കാഴ്ചപ്പാട് പറയും, ഈ രാജ്യത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തില്ല, അത് ഹിന്ദു ആവട്ടെ ജൈനനാവട്ടെ എല്ലാവരും ഈ രാജ്യത്തെ സന്തോഷത്തോടുകൂടി, നമ്മളൊക്കെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടില്ലേ, എല്ലാ ഭാരതീയനും ഞങ്ങളുടെ സഹോദരി സഹോദരന്മാരാണ്. സമ്പത്ത് നോക്കൂ, രാജ്നാഥ് സിംഗിന്റെ പിടിക്ക് കൊടുത്ത അഭിമുഖത്തിൽ പറയുന്നത് വി ബിലീവ് ഇൻ വസുധൈവ കുടുംബകം. For us, the entire world is our family and not just those who live with the boundaries of this nation. They want to divide people as Hindus, Muslims, Christians. This is just to create fear and ensure your vote bank. ഫിയർ സൈക്കോസിസ് ജനിപ്പിച്ചുകൊണ്ടാണ് പ്രതിപക്ഷം വോട്ട് ബാങ്ക് പൊളിറ്റിക്സ് കളിക്കുന്നതെന്നാണ് ഇന്ന് രാജ്നാഥ് സിംഗ് പിടിക്ക് കൊടുത്തിരിക്കുന്ന അഭിമുഖത്തിൽ പറയുന്നത്. വസ്തുതകൾക്ക് നിരക്കുന്നതാണോ? ഒരു നിമിഷം സമ്പത്തിലേക്ക്, ഒരു നിമിഷം ശ്രീനിവാസൻ. ശ്രീ രാജ്നാഥ് സിംഗ് അദ്ദേഹം പറയുന്ന, ഒരു നിമിഷം ശ്രീനിവാസൻ, സമ്പത്തിന്റെ ശ്രീ രാജ്നാഥ് സിംഗ് അദ്ദേഹത്തിന്റെ പ്രധാനമന്ത്രി പറയുന്നത് എന്താന്ന് കേൾക്കുന്നില്ലേ? ഒരു നിമിഷം ശ്രീനിവാസൻ, ഞാൻ അങ്ങയിലേക്ക് വരാം. രാജ്നാഥ് സിംഗിനോട് സമ്പത്തിനോടായിരുന്നു. Debate with Arun Kumar.